നമസ്കാരം. കോലാഹലം. റഷീദ് പറമ്പിലാണ് സംവിധാനം. വിശാൽ വിശ്വനാഥനാണ് സ്റ്റോറിയും സ്ക്രിപ്റ്റും ചെയ്തിരിക്കുന്നത്. സന്തോഷ് പുത്തനാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം തന്നെയാണ് ഇതിലൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഞാൻ ഈ സിനിമയെക്കുറിച്ച് മുന്നേ ഒന്നും ഇങ്ങനെ കേട്ടിരുന്നില്ല. ഇപ്പോൾ റിലീസിനോട് അടുപ്പിച്ചാണ് കേൾക്കുന്നത്. കാരണം അത് നോക്കിയ സമയത്താണെങ്കിലും ഈ സിനിമയ്ക്കകത്ത് അങ്ങനെ പരിചയങ്ങളിലുള്ള മുഖങ്ങളൊന്നുമില്ല. ഒരുപാട് പുതിയ ആൾക്കാരാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ പിന്നണിയിലാണെങ്കിലും ഒരുപാട് പുതുമുഖങ്ങൾ. പക്ഷേ ഈ സിനിമ ഒരുപാട് ഫിലിം ഫെസ്റ്റിവലിലൊക്കെ പ്രദർശിപ്പിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി. പിന്നെ ഇത് അവതരിപ്പിക്കുന്നത് ലാൽ ജോസാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ സിനിമയ്ക്ക് കയറുന്നത്. അധികം തിയേറ്ററുകളിലൊന്നും ഇത് കളിക്കുന്നില്ലെന്ന് തോന്നുന്നുണ്ട്. ആകെ 1.5 മണിക്കൂർ അങ്ങ് സിനിമയുടെ ലെങ്ത്തും വരുന്നുള്ളൂ. അപ്പോൾ വളരെ കുറഞ്ഞ പ്രതീക്ഷയിലാണ് സിനിമയ്ക്ക് കയറിയത്. പക്ഷെ ഉള്ളത് പറയാമല്ലോ, സിനിമ ഗംഭീരമാണ്. വളരെ ചെറിയ ബഡ്ജറ്റിൽ ഒരുപാട് പുതുമുഖങ്ങളെ അണിനിരത്തിയിട്ടുള്ള ഒരു സിനിമ. പക്ഷേ വളരെയധികം കലാമൂല്യമുള്ള സിനിമ, വളരെയധികം കണ്ടൻ്റ് ഉള്ളൊരു സിനിമ. അത് ഭയങ്കര രസകരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പ്യുവർ ഒരു കോമഡി ഡ്രാമ എന്ന് വേണമെങ്കിൽ ഈ സിനിമയെ പറയാം. ഒരു 10-15 മണിക്കൂറിൽ നടക്കുന്ന ഒരു കഥ. ആ കഥ വളരെ കൃത്യമായിട്ട്, ഒട്ടും നാടകീയമല്ലാതെ വളരെ സ്വാഭാവികമായി സംഭവിക്കുന്ന ഒരു പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി മലയാളത്തിലൊക്കെ ഇപ്പോൾ ഈ തിങ്കളാഴ്ച നിശ്ചയമൊക്കെ പോലെ വന്നിട്ടുള്ള ഒരു വീടും അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു കഥയൊക്കെയാണ് ഈ സിനിമയ്ക്കുള്ളത്. പ്രത്യേകിച്ചും ഒരു മെയിൻ ത്രെഡ് എന്ന് പറയുന്നത് ഒരു കള്ളൻ മോഷ്ടിക്കാൻ കയറുന്നതും ആ വീട്ടിലുള്ള മുതിർന്ന ആൾ മരിക്കുന്നതും അതേ തുടർന്നുണ്ടാകുന്ന സംഭവ വികാസങ്ങളൊക്കെയാണ്. ആ വീടിനുള്ളിൽ ഉണ്ടാകാവുന്ന കോൺഫ്ലിക്റ്റുകളും മറ്റു പരിപാടികളൊക്കെയാണ്. അപ്പോൾ അവിടെ ആ കള്ളൻ ഒരു പരിചയമില്ലാത്ത ഒരാളായി പ്രത്യക്ഷപ്പെടുകയും തുടർന്ന് അങ്ങോട്ട് നടക്കുന്ന സംഭവങ്ങളിൽ അയാളൊരു പ്രധാന പങ്കാളിയാവുകയൊക്കെ ചെയ്യുന്നൊരു കഥയാണ്. അത് വളരെ ഭംഗിയായി അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ആൾ തന്നെയാണ്, സന്തോഷ് പുത്തൻ തന്നെയാണ് ഇത് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹം അത് വളരെ രസകരമായി ചെയ്തിട്ടുണ്ട്. കാരണം ഭയങ്കര ഫ്രഷ് ഫീൽ ഉണ്ടായിരുന്നു. കാരണം ഒട്ടും പരിചയമല്ലാത്തൊരു മുഖം ഒരു പ്രധാന റോളിൽ വരുന്ന സമയത്ത് അത് അത്യാവശ്യം നന്നായി ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ടിരിക്കാൻ തന്നെ ഭയങ്കര രസമാണ്. അതുപോലെ തന്നെ ടെക്നിക്കലി ഭയങ്കര ക്വാളിറ്റി ഉള്ള ഒരു സിനിമയാണ്. നേരത്തെ പറഞ്ഞ പോലെ 1.5 മണിക്കൂറിലാണ് ഈ സിനിമ ആകെ ഉള്ളത്. കാരണം ഒരു 16 മണിക്കൂർ നടക്കുന്നൊരു കഥ ആയതുകൊണ്ട് തന്നെ അത്രേ ഉള്ളൂ സിനിമ. അതിനേക്കാൾ വലിച്ചു നീട്ടേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ ബഹളങ്ങളൊന്നുമില്ല. പേര് കോലാഹലം എന്നാണെങ്കിൽ പോലും വലിയ ഈ രീതിയിലുള്ള ആക്ഷനോ പരിപാടികളോ ബഹളങ്ങളോ അങ്ങനത്തെ ഒന്നുമില്ല. വളരെ രസകരമായിട്ട് പോകുന്ന, വളരെ നാച്ചുറലായിട്ട് സംഭവിക്കുന്ന ഇൻസിഡൻസുകൾ പരിപാടികളൊക്കെയാണ്. പക്ഷേ സിനിമ വളരെ കൃത്യമായിട്ടുള്ളൊരു പൊളിറ്റിക്സ് പറയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ഒരു കണ്ടൻറ്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പ്രധാനമായിട്ട് ഇതിൻ്റെ ഒരു അവസാന ഭാഗത്തേക്ക് പറയുന്നൊരു നറേറ്റീവ് ഭയങ്കരമായി റെലവൻ്റ് ആണ് ഇപ്പോഴും. എല്ലാ കാലത്തും ഒരുപക്ഷെ കേരളത്തിലൊക്കെ അത് കേരളത്തിൽ നല്ല ഇന്ത്യയുടെ ഒരു പശ്ചാത്തലത്തിൽ തന്നെ അത് വളരെയധികം റെലവൻ്റ് ആയിട്ടുള്ളതാണ്. മനുഷ്യൻ എന്താണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്ന കുറച്ച് ഭാഗങ്ങൾ ഇതിനകത്തുണ്ട്. അതിൽ നിന്ന് അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒത്തിരി കാര്യങ്ങൾ ഈ സിനിമയ്ക്കകത്തുണ്ട്. നമുക്കൊരു പ്രതീക്ഷയും ഇല്ലാതെ തിയേറ്ററിലേക്ക് ചെന്ന് കയറിയിട്ട് നമുക്കൊരു ക്വാളിറ്റിയുള്ള സിനിമ ലഭിച്ചാൽ ഭയങ്കര ഹാപ്പി ആയിരിക്കും. അങ്ങനെയാണ് ഈ സിനിമയുടെ കാര്യത്തിൽ. സിനിമ കണ്ടിറങ്ങിയ സമയത്ത് പേഴ്സണലി ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം ഒട്ടും പ്രതീക്ഷയില്ല ഇങ്ങനത്തെ ഒരു സിനിമ ആയിരിക്കുമെന്ന്. അപ്പോൾ ഈ സിനിമ വളരെയധികം സീരിയസ് ആയിട്ട് സിനിമ അപ്രോച്ച് ചെയ്യുന്ന ആളുകൾക്ക് കൂടെ റെക്കമെൻഡ് ചെയ്യുന്നു. തീർച്ചയായിട്ടും തിയേറ്ററിൽ കാണാൻ പറ്റുന്ന ഒരു ചെറിയ സിനിമയാണ്. അമിതമായ പ്രതീക്ഷ വേണ്ട. പക്ഷെ നല്ല ക്വാളിറ്റിയിൽ വളരെ കണ്ടൻറ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സിനിമ. 1.5 മണിക്കൂറിലാണ് കഥ പറയുന്നതെങ്കിലും ആ ഒരു സമയത്തിനുള്ളിൽ നമ്മളെ ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന കുറേ മൊമെൻറ്റുകളുണ്ട്. ഇപ്പോൾ ചിരിപ്പിക്കുന്ന മൊമെൻ്റ് ആണെങ്കിൽ പോലും അതിനകത്ത് നമുക്ക് ചിന്തിക്കാനുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇമോഷണലി നമുക്ക് കണക്റ്റ് ആവുന്ന കുറേ മൊമെൻറ്റുകളുണ്ട്. ലീഡ് റോൾ ചെയ്തിരിക്കുന്ന സന്തോഷ് പുത്തൻ വളരെ ഭംഗിയായി ചെയ്തിട്ടുണ്ട്. കാരണം പുള്ളിയാണ് ഈ സിനിമയുടെ ഉടനീളം കഥ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ നോർമലി ഒരു തനി നാട്ടുംപുറത്ത് നടക്കാവുന്ന ഒരു അന്തരീക്ഷത്തിലാണ് കഥയുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ ബഹളങ്ങളൊന്നും ഇല്ലാതെ കണ്ടു തീർക്കാൻ പറ്റുന്ന ഒരു ചെറിയ സിനിമയാണ്. തീർച്ചയായിട്ടും തിയേറ്ററിൽ കാണാം.